നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. ഇപ്പൊ പതിവ് പോലെ നമ്മൾ ഇന്നും നമ്മുടെ പാട്ടൊക്കെ ഒഴിവാക്കി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. പ്രത്യേകിച്ച് അർജുനായിട്ടുള്ള തിരച്ചിൽ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതെ, ഒരു ദിനം കൂടി നല്ല വാർത്ത പ്രതീക്ഷിച്ചാണ് ഇന്നലെ. കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചയാകുന്നു. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അർജുൻ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഇങ്ങനെ നമ്മൾ ആ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂട്ടണം എന്നുള്ള ഒരു ആവശ്യമാണ് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവരാൽ കഴിയുന്ന രീതിയിൽ അവരത് നടത്തുന്നുണ്ട്. പക്ഷേ ആദ്യം വന്ന ആ ഒരു കാലതാമസം അത് എന്താണെങ്കിലും അത് പൊറുക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതെ, എന്തായാലും ഇന്ന് നല്ലൊരു വാർത്ത ഉണ്ടാകും, ഒരു ശുഭവാർത്ത ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടിയാണ് സൈന്യം എത്തിയത്. സൈന്യം എത്തിയ ശേഷം നടത്തിയ തെരച്ചിലിലും നേരത്തെ കണ്ടെത്തിയ സിഗ്നലുകളിനപ്പുറത്ത് മറ്റൊരു കാര്യവും കിട്ടില്ല എന്ന് മാത്രമല്ല, റോഡിൽ എന്താണ് പറയുക, മണ്ണിനടിയിൽ ആ വാഹനമില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. പിന്നീട് നദിയിലായി തെരച്ചിൽ. അപ്പോൾ എന്താണ് ഒരു അനിശ്ചിതത്വം വലിയ രീതിയിലുണ്ട്. ഇപ്പോൾ ആ പ്രതീക്ഷ അതുപോലെ ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായ വിവരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. നാളെ വീണ്ടും തെരച്ചിലുണ്ട്. 6 മണിയോട് കൂടി തെരച്ചിൽ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ 7ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. അർജുന് വേണ്ടി കാത്തിരിക്കുന്ന അർജുൻ്റെ കുടുംബത്തോടൊപ്പം എല്ലാ മലയാളികളും ഒരുപോലെ ഉണ്ട് പിറകിൽ. ഇതുൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് മറ്റ് വാർത്തകളും ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. ആദ്യം നോക്കാം ന്യൂസ് ഹെഡ്ലൈൻസ്. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഒരുപക്ഷെ പ്രേക്ഷകർ കരുതുന്നുണ്ടോ ഇന്ന് എന്താണ് എല്ലാം ഈ രീതിയിൽ നെഗറ്റീവ് വാർത്തകളാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അത്തരം ഒരു ദിവസമാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ശുഭവാർത്തകളും ലോസര വാർത്തകളും എല്ലാം ഉണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ കൂടുതലും ഇത്തരം നെഗറ്റീവ് വാർത്തകൾ. ഇന്നിപ്പോൾ നിപ മരണം, ഒപ്പം അർജുൻ്റെ കാര്യം, പിന്നീട് ഷോക്കേറ്റുള്ള 5 പേരുടെ മരണം, അങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നു. അതെല്ലാം ഈ പറയുന്ന ഒരു നെഗറ്റീവ് മൂഡിലുള്ള വാർത്തകളാണ്. പക്ഷെ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കാനും വഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എല്ലാ മലയാളികളും കാത്തിരിക്കുന്നത്. അത് നമ്മളും അത്രയും തന്നെ ആകാംക്ഷയോടെയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഓരോ മിനിറ്റിലും. അപ്പം നമുക്ക് നോക്കാം ശിരൂരിൽ ഇനി ദൗത്യം എങ്ങനെയാണെന്ന്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ വൈകിട്ട് 7:30 കൂടി അവസാനിപ്പിച്ചു. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തുവെങ്കിലും ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താനായില്ല. ഗംഗാവലി പുഴയിലെ മൺകൂനയിൽ വീണ്ടും പരിശോധന നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. മേഖലയിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ദുരന്ത മേഖല സന്ദർശിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. അർജുൻ അടക്കം 3 പേരെ കണ്ടെത്താനുണ്ടെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ಇವತ್ತು ರೆಸ್ಕ್ಯೂ ಆಪರೇಷನ್ಗೆ SDRF ನಿಂದ 44 ಜನ ಮತ್ತು NDRF 24 ಜನ ಮತ್ತು ಇವತ್ತು ಮಿಲಿಟರಿಯಿಂದಲೂ ಕೂಡ ಬಂದಿದ್ದಾರೆ. 44 ಜನ ಮಿಲಿಟರಿಯವರು ಕೂಡ ಬಂದಿದ್ದಾರೆ. A1ನಿಂದ ನೇವಿನವರು ಅಸಿಸ್ಟ್ ಮಾಡಿ ಅವತ್ತಿನಿಂದ ಇವತ್ತಿನವರೆಗೆ ಕ್ಲಿಯರೆನ್ಸ್ ಮಾಡ್ತಕ್ಕಂಥ 7 ಡೆಡ್ ಬಾಡೀಸು ಈಗಾಗಲೇ ರಿಕವರ್ ಆಗಿದ್ದಾವೆ. ಅದರಲ್ಲಿ വാഹനങ്ങളും കൂടെ സിക്കാക്കണ്ടിದ್ದಾವೆ. എന്തായാലും ഇന്ന് പ്രതീക്ഷ പകർന്നൊരു കാര്യം, ഈ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു എന്നുള്ളതാണ്. വരാൻ വൈകിയെങ്കിലും ഉച്ചയോടുകൂടിയാണ് സൈന്യം ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായത്. ബലഗാവിൽ നിന്നുള്ള 40 അംഗ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, നമ്മൾ ഏറെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയൊക്കെ കാത്തിരിക്കുകയായിരുന്നു. ഈ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ അവിടെ ലോറി ഉണ്ടാകും, ലോറിക്കകത്ത് അർജുൻ ഉണ്ടാകുമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ അതല്ല ഇന്ന് സംഭവിച്ചത്. അവിടെ ലോറി കണ്ടെത്താനായില്ല. തിരച്ചിൽ ഇനി അത് ഏത് ദിശയിലാകും? ഗംഗാവലി നദി കേന്ദ്രീകരിച്ചാകുമോ ഇനി തിരച്ചിൽ? എങ്ങനെയാകും? പ്രവിത, പ്രജിൻ, ഈ ഒരു ഭാഗത്തെ, അതായത് ഈ ഷിരൂർ ഭാഗത്തെ ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നത് അത്രത്തോളം എളുപ്പമുള്ള ഒരു പണിയല്ല. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ദുഷ്കരമായ പ്രവൃത്തിയാണ്. അതായത് ഏറ്റവും കൂടുതൽ അവിടെ ഈ
കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒപ്പം ഈ മണ്ണൊലിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കർണാടക ഉൾവനത്തിലൊക്കെ വലിയ തോതിലുള്ള മഴയുണ്ട്. ആ കർണാടക ഉൾവനത്തിൽ നിന്ന് ഈ മലയിലൂടെ വലിയ രീതിയിൽ വെള്ളം താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് ചേറ് പോലെയാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ മൺകൂനയാണ്. ഒപ്പം ഈ ആദ്യഘട്ടത്തിൽ വെറും മണ്ണ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ചെറിയ കല്ലുകൾ മാത്രമേ ഈ ഇതിനുള്ളിൽ ഉണ്ടാവൂ എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഈ ദൗത്യ സംഘത്തിനുണ്ടായിരുന്നത്. പക്ഷേ മുകൾ ഭാഗത്തെ മണ്ണൊക്കെ നീക്കിയപ്പോൾ താഴെയൊക്കെ വലിയ വലിയ പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾ പൊട്ടിച്ച ശേഷം മാത്രമേ ഇനി ദൗത്യം പുനരാരംഭിക്കാൻ സാധിക്കൂ. അതിനടിയിൽ വാഹനം പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ റഡാർ ലൊക്കേഷൻ കണ്ടെത്തിയ ആദ്യത്തെ ആ കേന്ദ്രത്തിൽ 70% സ്ഥിരീകരിച്ച ആ കേന്ദ്രത്തിലെ മണ്ണ് ഏകദേശമൊക്കെ മാറ്റിക്കഴിഞ്ഞു. പക്ഷേ ആ പ്രദേശത്ത് ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പകരം അവിടെ ഒരു കർവാണ്, ആ പ്രദേശം ഒരു കർവാണ്. ആ കർവിലാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ പാർക്ക് ചെയ്ത് ഈ ഡ്രൈവർമാരൊക്കെ വിശ്രമിച്ചിരുന്നത്. ആ വശത്താണോ വാഹനം പാർക്ക് ചെയ്തത് എന്ന് കൃത്യമായി ഒരു പരിശോധന നടത്തണം. അതിന് ഈ കർവൊക്കെ മണ്ണ് മൂടി, അതായത് ആ കുന്നിടിഞ്ഞ് മണ്ണ് മൂടി മുഴുവൻ ആ ഒരു കർവ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ്. ഇനി ആദ്യം ഈ മണ്ണൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യണം. അതിന് ഈ വലിയ പാറക്കല്ലുകളൊക്കെ പൊട്ടിക്കണം. ഇന്നെന്തായാലും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സ്ഥലം സന്ദർശിച്ചിരുന്നു, റവന്യൂ മന്ത്രി സന്ദർശിച്ചിരുന്നു. ഈ ദൗത്യത്തിന് അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന സമയത്ത് അതിന് ഈ തെരച്ചിൽ നടത്തുന്നതിനും മറ്റ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും വൈകിയില്ല എന്നാണ് കർണാടക മുഖ്യമന്ത്രി ഇന്ന് അവകാശപ്പെട്ടത്. എന്തായാലും പ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം, ഇന്നിപ്പോൾ സൈന്യം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തെരച്ചിലിന് എത്തി. സൈന്യം ആദ്യഘട്ടത്തിൽ പരിശോധനയൊക്കെ പൂർത്തിയാക്കി തെരച്ചിൽ ആരംഭിച്ചു. ഇനി നാളെ 6 മണിക്കായിരിക്കും ഈ തെരച്ചിൽ തുടരുക. രാത്രി ഈ തെരച്ചിൽ രക്ഷാപ്രവർത്തനം നടത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രദേശം ഇരുട്ടാണ്. ഒപ്പം അപകട സാധ്യത കൂടിയുണ്ട്. ഈ മണ്ണിലൂടെ മലയിൽ നിന്ന് വെള്ളം ഇപ്പോഴും ഒലിച്ചിറങ്ങുകയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും രീതിയിൽ വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡ് സംഭവിക്കുകയാണെങ്കിൽ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ആളുകൾ പോലും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ തെരച്ചിൽ പോലും അത് അവസാനിക്കും. എന്തായാലും അർജുനെ ആ മണ്ണിനടിയിൽ കുടുങ്ങിയ ചെറുപ്പക്കാരൻ മാത്രമല്ല, ഇനിയും ഒരുപാട് ആളുകൾ ആ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നൊരു നിഗമനം ഈ ദൗത്യ സംഘത്തിനുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും മണ്ണിന് പുറത്തെത്തിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ തെരച്ചിലൊക്കെ മുൻപോട്ട്. ഇപ്പോൾ ഈ ദൗത്യത്തിലുള്ള വെല്ലുവിളി പ്രധാനമായും എന്താണ്? ഈ മൺകൂൻ, അതായത് ഈ ഗംഗാവലി പുഴയിലേക്ക് വീണ ആ കുന്നിന്റെ ഒരു വലിയ ഭാഗം, അത് വലിയൊരു മൺകൂനയാണെന്ന് തന്നെ പറയാം. അതിന്റെ കുറച്ച് ഭാഗം ആ നദിക്ക് മുകളിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ തന്നെയുമാണ്. അപ്പോൾ അതിൽ പെട്ടിട്ടുണ്ടോ വാഹനം എന്നൊരു സംശയം ബലപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇറങ്ങിയിട്ടുള്ള പരിശോധന ഏത് രീതിയിലാണ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ ദൗത്യ സംഘം ഇന്ന് വിവരങ്ങൾ നൽകിയോ? പ്രജിൻ, നേരത്തെ ഈ ഗംഗാവലി പുഴയിൽ നിന്ന് ടാങ്കർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ അർജുൻ ഉപയോഗിച്ച വാഹനം, കോഴിക്കോട് കക്കോടി സ്വദേശി അർജുൻ ഉപയോഗിച്ച വാഹനം ആ പുഴയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ റിംഗ് ചെയ്തത്, എങ്ങനെയാണ് ഈ വാഹനത്തിന് GPS പ്രവർത്തിച്ചത്, എങ്ങനെയാണ് ഈ വാഹനം സ്റ്റാർട്ടായത് എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. വെള്ളത്തിനടിയിലുള്ള ഒരു മൊബൈൽ ഫോൺ ഒരിക്കലും പ്രവർത്തനക്ഷമമാവില്ല എന്ന് ഈ ദുരന്ത നിവാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്, ദൗത്യസംഘത്തിലുള്ളവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർജുൻ്റെ വാഹനവും അർജുനും ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവും. അതൊരു പക്ഷേ ഈ GPS ലൊക്കേഷൻ അല്ലെങ്കിൽ റഡാർ ലൊക്കേഷൻ സ്ഥിരീകരിച്ച ആ സ്ഥലത്ത് മാത്രമല്ല, പ്രത്യേകിച്ച് റഡാർ സംവിധാനമൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഈ ഒരു ഡ്രൈ സോയിലാണ് കൃത്യമായി ഈ റഡാർ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കൂ. ഇതിപ്പോൾ നനഞ്ഞ മണ്ണാണ്, ഒരു ചേറ് പോലെ കുഴഞ്ഞു കിടക്കുന്ന ഒരു മണ്ണാണ്. അവിടെ ഈ റഡാർ ലൊക്കേഷൻ ചിലപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കില്ല. കൃത്യമായ ഒരു ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കർവ് ഉണ്ടായിരുന്ന ആ ഭാഗത്താണോ, വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്ന ആ പ്രദേശത്താണോ ഈ അർജുൻ വാഹനം നിർത്തിയത് എന്നൊരു സംശയം ഇപ്പോൾ ദൗത്യ സംഘത്തിനുണ്ട്. ശരി, അത് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. തുടരുക അരുൺ. ഇപ്പോൾ സ്ഥിരമായി ഈ റൂട്ടിലൂടെ ലോറിയുമായി പോകുന്ന ഷിബു എന്ന ഡ്രൈവർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ഷിബു, കേൾക്കാമോ? സർ കേൾക്കാം, പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉള്ള സംശയം, ഇതിപ്പോൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടില്ല വാഹനമെന്ന് ദൗത്യസംഘം പറയുന്നുണ്ട്. പുഴയിലേക്കുള്ള ആ വലിയ മൺകുനയിൽ ഒരുപക്ഷെ വാഹനമുണ്ടോ എന്ന സംശയം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ആ റൂട്ടിലൂടെ സ്ഥിരമായി പോകുന്ന ഒരാൾ എന്ന നിലയിൽ അവിടുത്തെ ഒരു മേഖല, ആ മേഖല എങ്ങനെയാണ്? ഇതിപ്പോൾ കേരളത്തിലേക്ക് അർജുൻ തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മണ്ണിടി എല്ലാപ്പൂരിൽ നിന്ന് നമ്മള് കേരളത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഡബിൾ റോഡ് അവിടെ വന്നിട്ടുണ്ട്. ഉം. ഓക്കെ, അപ്പൊ അതില് നമ്മൾ കയറി വന്ന ഉടനെ നമുക്കൊരു 3 വാഹനം മാത്രമേ അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളൂ. മാക്സിമം വലിയ വാഹനങ്ങൾ 3 വാഹനം അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളൂ. അത് ശരി. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ പറഞ്ഞോളൂ. 3 വാഹനം നമ്മൾ അവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന വാഹനം ഈ ഹോട്ടലിന്റെ ഫ്രണ്ട് വശത്താണ് വരുന്നത്. ആ 4 വരി പാതയാണ്. നമുക്ക് ഇവിടെ 2 വാഹനങ്ങൾ പോകും, അപ്പുറത്ത് 2 വാഹനങ്ങൾ പോകും. അപ്പൊ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ മാക്സിമം നമ്മൾ ഒരു ചെറിയ കനാൽ വരുന്നുണ്ട് അവിടെ. ആ കനാലിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വെള്ളം എടുക്കാറും കുളിക്കാറും എല്ലാം ഉള്ളത്. ഉം. അവിടെ നിന്ന് വെള്ളം വരുന്നത് ചെറിയൊരു പൈപ്പാണ് കേട്ടോ അതുള്ളത്. അല്ല, ആ ഭാഗങ്ങളെല്ലാം ഇപ്പം മണ്ണിനടിയിലല്ലേ ഷിബു? മണ്ണിലടിയിലാണ് സാർ, പറയുന്നത് കേൾക്കൂ. അപ്പൊ നമ്മൾ മാക്സിമം വളരെ ഓരത്തോട് ചേർത്താണ് വാഹനം നിർത്തുക. മാക്സിമം ഈ മലയോട് ചേർത്താണ് വാഹനം നിർത്തുക. അല്ലെങ്കിൽ വണ്ടികൾ വരുമ്പോൾ ആക്സിഡന്റ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ മാക്സിമം വാഹനം ചേർത്താണ് നിർത്തുക. ആ അപ്പോൾ ഈ മല ഇടിഞ്ഞു വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ മുകളിലേക്ക് വരാൻ ചാൻസ് 100% ഉള്ളൂ. ഉം. മാക്സിമം നമ്മൾ വാഹനത്തിന്റെ മുകളിലേക്കേ മല ഇടിഞ്ഞു വരുള്ളൂ. ആഹാ. അതല്ല വണ്ടിയെ തള്ളി നീക്കി കൊണ്ടുപോകാൻ അവിടെ ചാൻസ് ഇല്ല. നമ്മൾ ഏത് വാഹനത്തിൽ ഓടിക്കുന്ന ഡ്രൈവർമാരോട് ചോദിച്ചാലും അതിൽ പോകുന്ന ആളുകളോട് ചോദിച്ചാലും വ്യക്തമായിട്ട് കേൾക്കാം. ഷിബു, അതെ കേൾക്കുന്നുണ്ട്. ഷിബു, ഈ മേഖലയിലൂടെ ഷിബു സ്ഥിരമായി വണ്ടി കൊണ്ടുപോയിട്ടുള്ള ആളാണ്. ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, ആ ചായക്കടയുടെ അടുത്താണ് വാഹനങ്ങൾ നിർത്താറുള്ളതെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഴ കൂടിയുള്ള സാഹചര്യത്തിൽ അവിടെ കൂടുതൽ ആളുകൾ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? എന്താണ് ഷിബുവിന് തോന്നുന്നത്? നമ്മള് വലിയ വാഹനങ്ങൾ മാത്രമേ അവിടെ മാക്സിമം നിർത്താറുള്ളൂ. ചെറിയ വാഹനങ്ങൾ ആരും അവിടെ നിർത്താറില്ല. ലോറി എന്നുള്ള അവര് നമ്മളെ കുളിക്കാനും പ്രാഥമിക കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി മാക്സിമം അവിടെ നിർത്താറുള്ളൂ. ഈ ഒരു ഇതിന്റെ ഒരു ജോഗ്രഫി, ഒരു ഭൂമിശാസ്ത്രം അതെങ്ങനെയാണ്? അവിടുന്ന് ഈ ദേശീയപാത NH-66 ആണല്ലോ അത്. ഈ റോഡിന്റെ ഒരു രീതി അതെങ്ങനെയാണ്? നമ്മളവിടെ വന്ന് ഇങ്ങനെ 4 വരി പാതയിലേക്ക് തുടങ്ങുന്ന ഇതാണ് അവിടെ ഉള്ളത്. അവിടെ വലത്ത് സൈഡിൽ ഒരു ടവർ ഉണ്ട്. ടവറിന്റെ അപ്പുറത്താണ് നേരെ ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്ത് വലിയൊരു മരമുണ്ട്. അതിന്റെ താഴെ അവര് നമുക്ക് കുളിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വലിയൊരു എന്താ പറയാ കുന്നുണ്ട്, മല. ഈ മണ്ണ് അവര് റോഡ് പണി ചെയ്തിട്ട് കുന്ന് ചെയ്തിട്ടുണ്ട്. ആ കുന്നാണ് ഇപ്പൊ ഇടിഞ്ഞു വീണത്. അവിടേക്ക് എത്തുന്നില്ല. ഇവർ ഈ ഹോട്ടലിന്റെ മുന്നിൽ വരെ നമുക്ക് വാഹനം നിർത്താൻ അനുമതിയുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് വീതി ഇല്ല. നമുക്ക് ഈ ഹോട്ടലിന്റെ തൊട്ട് മുൻവശം വരെ ഉള്ളൂ വാഹനങ്ങൾ നിർത്താനുള്ളത്. ഷിബുയുടെ സംശയം എന്താണ്? ഈ വാഹനം മാത്രമേ അവിടെ നിർത്താൻ കഴിയുന്നുള്ളൂ. ഈ വാഹനത്തിന്റെ മുകളിലേക്ക് തന്നെ ഈ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരുള്ളൂ. കാരണം വെച്ചാൽ ചെറിയൊരു കനാല്, നമ്മൾ അതിലേക്ക് വെള്ളം വരുന്നുണ്ട്. നമ്മൾ വണ്ടി കഴുകാനും, ഞാൻ ലാസ്റ്റ് ഇപ്പൊ അവിടെ വന്നു പോയ സമയത്ത് ഞാൻ എന്റെ കൂടെയുള്ള സാബു എന്ന ഡ്രൈവറും കൂടെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി വണ്ടി കഴുകി തൊട്ട് താഴെ ഈ മലമുകളിന്റെ താഴെ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. എന്നതിന് ശേഷമാണ് ഈ ഹോട്ടല് 4 വരി പാത കഴിഞ്ഞതിന് ശേഷമാണ് ഹോട്ടൽ വരുന്നത്. അപ്പൊ ഒരു നദിയിലേക്ക് പക്ഷെ ഒരു വലിയ മൺകൂന, 2 വലിയ കൂനകൾ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ആ ഭാഗങ്ങൾ ഏതാണ്ട് ഒരു 25 അടി താഴ്ചയുണ്ട് നദിയിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ അതും കടന്ന് മുകളിലേക്ക് നമുക്ക് കാണുന്ന രീതിയിൽ മൺകൂനയുണ്ട്. അങ്ങനെ അങ്ങോട്ടൊന്ന് എത്താൻ ഈ വണ്ടി 25 ടൺ ലോഡ് കയറ്റി വന്നൊരു വണ്ടി എന്തായാലും അവിടേക്ക് എത്താൻ ചാൻസ് കമ്മിയാണ്, 100%. ഞാൻ ഈ 25 ടൺ 12 വീല് ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. ഒരിക്കലും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം ഈ വാഹനത്തിന് അത്രത്തോളം തള്ളിയിട്ട് പോകുമ്പോ ഈ ഒരു അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഹോട്ടലിന്റെ തൊട്ട് ചാരി ആൽമരം, അതിന്റെ അപ്പുറത്ത് വലിയൊരു മൺകൂനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നേരെ മുകളിലേക്ക് വന്ന് ഇടിഞ്ഞ് വീഴാനേ ചാൻസ് ഉള്ളൂ. നമ്മൾ നേരെ വണ്ടി നിർത്തിയ കാലെടുത്ത് വെക്കുന്ന കനാലിലേക്കാണ്, അതിലേക്കാണ് ഈ വെള്ളം വരുന്നത്. നമ്മൾ കുളിക്കാനും അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ സമാനമായ വാഹനം തന്നെയാണോ ഷിബു സെയിം വാഹനം 12 വീല് സെയിം ഭാരത് ബെൻസ് തന്നെ ഓടിക്കുന്നത്. സേഫു എന്നുള്ള ഒരാളെ ഉടമസ്ഥയിലുള്ള വാഹനം ഞാൻ ഓടിച്ചിരുന്നത്. സ്ഥിരമായിട്ട് അത് ഓടി വരുന്ന വണ്ടിയായിരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ചെയ്തിട്ട് പോകുന്ന, അവിടെ വന്ന് ഈ കടയിൽ വന്ന് ചായ കുടിച്ചിട്ട് പോകുന്ന ആ വ്യക്തികളാണ്. ഞാൻ എന്റെ വാഹനം അവിടെ നിന്ന് കഴുകി ബക്കറ്റിൽ വെള്ളം, ഈ പൈപ്പിലാണ് വെള്ളം വരുന്നത്, അതെടുത്ത് വണ്ടി കഴുകിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോരാറ് കുളിയെല്ലാം കഴിഞ്ഞിട്ട്. മനസ്സിലായി ഷിബു. എന്തായാലും സംസാരിച്ചത് നന്ദി ഷിബു. ഈ ഘട്ടത്തിൽ ഷിബു പറയുന്നതനുസരിച്ച് അങ്ങനെ എന്താണ് പറയുക, ഇത്രയും ടൺ ഭാരമുള്ള വാഹനം നദിയിലേക്ക് ഒഴുകിപ്പോവാൻ സാധ്യതയില്ല. നേരെ വാഹനത്തിന് മുകളിലേക്ക് മണ്ണും പാറക്കല്ലും എല്ലാം വന്നിട്ടുണ്ടാകും എന്നാണ്
എന്നൊരു ഉറച്ച രീതിയിലുള്ള സംശയമാണ് ഇപ്പോൾ ഷിബു എന്ന് പറയുന്ന ലോറി ഡ്രൈവർ പങ്കുവച്ചത്. ഇതൊന്നും അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. അരുൺ, ഇപ്പോൾ ഷിബു എന്ന് പറയുന്ന ഇതേ പാതയിലൂടെ സ്ഥിരമായി ലോറി ഓടിച്ച് പോകുന്ന ആളാണ് പറഞ്ഞത്. അങ്ങനെ നദിയിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല, അത് ഇല്ല, 100% ഉറപ്പാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് ദൗത്യസംഘം മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ? ഈ ദൃക്സാക്ഷികളുടെ അല്ലെങ്കിൽ നേരത്തെ അതുവഴി പോയ ഡ്രൈവർമാരുടെയൊക്കെ അഭിപ്രായങ്ങൾ മുഖവിലെടുത്തതിന് ശേഷമാണോ അവിടേക്ക് ഇനി തെരച്ചിൽ വേണ്ട, ഇനിയിപ്പോൾ നദി കേന്ദ്രീകരിച്ചാകാം എന്നൊക്കെയുള്ള നിഗമനത്തിലേക്ക് എത്തിയത്? പ്രജിൻ, ഇന്ത്യൻ ആർമിയും NDRFും ഒക്കെ ഇപ്പോഴും കരുതുന്നത് ഈ നദിയിലേക്ക് വാഹനം വീഴാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല. കാരണം അങ്ങനെ വാഹനം വീഴാൻ അവിടെ അങ്ങനെ ഒരു സാധ്യത കണക്കാക്കുന്നില്ല എന്ന് കൃത്യമായി തന്നെ NDRFും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ മലയാളികളായ ഈ രക്ഷാപ്രവർത്തകരും പറയുന്നുണ്ട്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ നദിയിലേക്ക് വീണ ഒരു വാഹനത്തിൽ നിന്ന് എങ്ങനെയാണ് മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുക, മറ്റൊന്ന് എങ്ങനെയാണ് ഈ GPS സംവിധാനം വർക്കാവുക, വാഹനം സ്റ്റാർട്ടാവുക, ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ ഷിബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനം മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. ഈ GPS-ഉം റഡാർ ലൊക്കേഷനും ഒക്കെ കൃത്യമായി അവിടെ, അതായത് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഇവിടെയാണ് ഈ വാഹനം കിടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിക്കില്ല. ഈ നനവുള്ള മണ്ണാണ്. ഈ നനവുള്ള മണ്ണിൽ കൃത്യമായി റഡാർ സംവിധാനം വർക്കാവില്ല. അത് ഡ്രൈ സോയിലിൽ മാത്രമാണ് ഇത് കൃത്യമായി റഡാർ സംവിധാനത്തിലൂടെ അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കൂ. ഈ നനഞ്ഞ മണ്ണാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 മീറ്ററോ 10 മീറ്ററോ മാറ്റമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു കർവ്, അവിടെ ഒരു കർവും അതുപോലെ തന്നെ ഈ മലയിൽ നിന്ന് വെള്ളം വരുന്ന ആ ഒരു ഭാഗവും ചെറിയ അരുവിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്ത് വാഹനം നിർത്തിയിട്ടുണ്ട്. ഈ വാഹനം അവിടെ തന്നെ കാണാനാണ് സാധ്യത. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ അരുൺ, ഇപ്പോൾ എത്രത്തോളം മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്? ഇനിയും ഇപ്പോൾ നീക്കം ചെയ്തതിന്റെ ഇരട്ടി മണ്ണ് അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവിത, ഇപ്പോൾ നീക്കം ചെയ്തതിന്റെ 2 ഇരട്ടിയോളം മണ്ണ് ഇനിയും നീക്കം ചെയ്യാനുണ്ട്. വലിയ കുന്നാണ് ഇടിഞ്ഞിരിക്കുന്നത്. അതും ഭീകരമായ ഒരു അവസ്ഥയാണ്. ആ അപകടത്തിന് വ്യാപ്തി അത്രത്തോളമുണ്ട്. പക്ഷേ ഈ GPS ലൊക്കേഷൻ കാണിച്ച അല്ലെങ്കിൽ ഈ റഡാർ ലൊക്കേഷൻ കാണിച്ച ആ പ്രദേശത്തിന്റെ മണ്ണ് ഏകദേശം ഒരു 70%, ഒരു 60-65% മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഭാഗത്തല്ല വാഹനം നിർത്തിയത്. ആ ഭാഗത്തൊന്നും ഈ വാഹനത്തിന്റെ യാതൊരു വിധത്തിലുള്ള കണ്ടന്റും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കർവ് ചെയ്ത ഭാഗത്താണ് അല്ലെങ്കിൽ ഈ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഈ അർജുൻ വാഹനം നിർത്തിയത് എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ കർണാടക സർക്കാർ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ വാഹനം നദിയിലേക്ക് പോയിട്ടുണ്ട്. നദി പകുതിയോളം ഈ മണ്ണ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ അങ്ങനെ പറയുമ്പോൾ നേരത്തെ അരുൺ പറഞ്ഞ പോലെ കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് ആ എഞ്ചിൻ ഓൺ ആയത്? 2 ദിവസം മുൻപ് എങ്ങനെയാണ് ആ ഫോൺ റിങ് ചെയ്തത്? ഇത്തരം സംശയങ്ങളുണ്ട്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ നേവി ഉദ്യോഗസ്ഥർ വന്നിട്ട് ആ നദിയിൽ തെരച്ചിൽ നടത്തിയതാണ്, അങ്ങനെ വാഹനങ്ങളില്ല എന്നവർ പറഞ്ഞതുമാണ്. അപ്പം അത്തരം സംശയങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. എന്തായാലും ഷിരൂരിൽ കാണാതായ അർജുന്റെ മടങ്ങി വരവ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഒരു നാടൊന്നാകെ. സൈന്യമെത്തിയതോടെ തിരച്ചിൽ വേഗത്തിലാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന എല്ലാ ശ്രമവും തുടരുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. അർജുനായുള്ള തെരച്ചിൽ 6ാം ദിനം പിന്നിടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ശുഭവാർത്തയ്ക്ക് കാതോർക്കുകയാണ് കുടുംബം. രക്ഷാപ്രവർത്തനത്തിന് സൈന്യമിറങ്ങുന്നതോടെ ഷിരൂരിൽ നിന്ന് അതുണ്ടാകുമെന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അർജുന്റെ ഗ്രാമമായ കണ്ണാടിക്കലും അവന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. രക്ഷാദൗത്യം വൈകുന്നതിനെതിരെ തൃശൂരിൽ ലോറി ഉടമകളും പ്രതിഷേധിച്ചു. കഴിഞ്ഞ 6 ദിവസമായി അർജുൻ ഈ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നതിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ നേരിക്കാണുന്നതിനോ നമ്മുടെ അധികാരികൾ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം ദുഃഖസത്യം കൂടി ഞങ്ങൾ പറയുകയാണ്. സർക്കാർ എല്ലാ ഇടപെടലും നടത്തുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറി തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. അതിനെല്ലാവരും യോജിച്ച് നിന്ന് മുന്നോട്ട് പോവുക. എന്തെങ്കിലും പോരായ്മയോ മറ്റോ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കേണ്ട ഒരു സമയമല്ലത്. ഇനിയൊരു വൈകൽ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാകരുതെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്. വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. വയനാട് മുത്തങ്ങയിൽ സിമന്റ് ലോറിക്ക് തീപിടിച്ചു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ദൃശ്യങ്ങളിലേക്ക്.
അടുത്ത് പോകുന്ന വലിയ സേഫ് അല്ല, ചിലപ്പോൾ ഡിസ്കേ. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, ഈ സിമന്റ് ലോറിക്കാണ് തീ പിടിച്ചത്. അങ്ങനെയാണ് സിമന്റ് ലോറിക്ക് തീ പിടിക്കാനുണ്ടായ കാരണം എന്താണ്? ഒപ്പം ഈ ഫയർഫോഴ്സ് തക്ക സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ എത്തുന്നു, അവർ വരുന്നതും തീ അണയ്ക്കുന്നതും എല്ലാം ഈ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. വിവരങ്ങൾ ഒരു 10 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മുത്തങ്ങ ചെക്ക് പോസ്റ്റിന് സമീപം വെച്ചാണ് ലോറിക്ക് തീ പിടിച്ചത്. ലോറിയുടെ ടയർ നിന്ന് കത്തുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ഈ മൈസൂരുവിൽ നിന്നുമാണ് സിമന്റ് കയറ്റി ലോറി വന്നിരുന്നത്. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ബത്തേരിയിൽ നിന്നും എത്തുകയും തീ അണയ്ക്കുകയുമാണ് ചെയ്തത്. ആർക്കും സംഭവത്തിൽ പരിക്കില്ല. ശരി, ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവാം. വയനാട് മുത്തങ്ങയിലാണ് സിമന്റ് ലോറിക്ക് തീപിടിച്ചത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട SHO ആത്മഹത്യക്ക് ശ്രമിച്ചു. ജയസനിലാണ് പാളയത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഷഫീദ് റാവുത്തർ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? ഇയാളെ പിരിച്ചുവിടാനിടയായ സാഹചര്യം എന്തായിരുന്നു? ഒപ്പം ഇയാളുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? 24 തന്നെ വാർത്ത നൽകിയൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയസനിലെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതായത് ഈ പോക്സോ കേസ് ചുമത്തി ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും അയാളെ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിടയാക്കുകയും ചെയ്ത ആളാണ് ജയസനിൽ. കൂടാതെ വർക്കരയിലെ ഒരു റിസോർട്ട് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിലും ഇയാൾ കുറ്റം ചെയ്തിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഇയാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അല്പസമയം മുൻപ് 9 കൂടിയാണ് ഇയാൾ തിരുവനന്തപുരം പാളയത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ അളവിൽ കൂടുതൽ ഗുളിക കഴിയായിരുന്നു. ഉടൻ തന്നെ പോലീസുകാർ ഇടപെട്ട് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ നിലവിൽ ICUവിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ ഈ പോലീസ് ക്വാർട്ടേഴ്സ് ഒഴിയണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായ നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയസനിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരിക്കാം ഈ ആത്മഹത്യാ ശ്രമം എന്നുള്ളതാണ് നിലവിൽ പോലീസ് കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യനില ഗുരുതരമാണ്. മാസങ്ങൾക്ക് മുൻപാണ് ജയസനിലിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. പ്രവിത പ്രജിൻ. ഷഫീദ് തുടരുക. ഒപ്പം ഈ വർക്കലയിൽ നിന്ന് അല്പസമയം മുൻപ് വന്ന മറ്റൊരു വാർത്ത കൂടി ഉണ്ടല്ലോ, ഈ KSEB ജീവനക്കാരുടെ ഒരു അതിക്രമ വാർത്ത. അതിൽ മദ്യപിച്ച് ഈ ജീവനക്കാർ അവിടെ ഒരു വീട്ടിലെത്തുന്നു, പിന്നീട് അത് ചോദ്യം ചെയ്ത കുടുംബത്തോട് തട്ടിക്കയറുന്നു, അസഭ്യവർഷം നടത്തുന്നു, പിന്നെ ആ വീട്ടിലെ തകരാർ പരിഹരിക്കാതെ ആ സംഘം മടങ്ങുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുന്നത് KSEBക്കെതിരെ. എന്താണ് സംഭവിച്ചത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, ഏറെ നാടകീയമായ സംഭവങ്ങളായിരുന്നു ഈ രാജീവിന്റെ, അതായത് അയിരൂർ സ്വദേശിയായ രാജീവിന്റെ വീട്ടിൽ ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 11 മണിയോടുകൂടിയാണ് ഇയാളുടെ വീടിന്റെ ഒരു സർവീസ് കേബിളിൽ തീ പിടിച്ചത്. ഈ വിവരം ഉടൻ തന്നെ KSEBയെ വിവരം അറിയിച്ചു. എന്നാൽ ഫയർഫോഴ്സിനെ വിളിക്കൂ എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട KSEB ഉദ്യോഗസ്ഥരുടെ മറുപടി. തുടർന്ന് പോലീസിനെ അടക്കം വിവരം അറിയിച്ച് പോലീസ് സംഭവ സ്ഥലത്തെത്തിയ ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് KSEB ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയെങ്കിലും ഇവർ ഏതെങ്കിലും തരത്തിൽ ഈ കണക്ഷൻ കൊടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരുന്നില്ല. കാരണം ഇന്നലെ രാത്രി എത്തിയ KSEB ജീവനക്കാർ മദ്യപിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ രാജീവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസ് പിൻവലിക്കാതെ ഇനിയൊരു നടപടിക്കില്ല എന്നുള്ളതായിരുന്നു KSEB ഉദ്യോഗസ്ഥരുടെ നിലപാട്. അതുകൊണ്ടാണ് ഒരു കുടുംബം, അതായത് മക്കളും അതേപോലെ തന്നെ മരുമക്കളും അടക്കം ഏതാണ്ട് 7ഓളം പേരാണ്, 7 അംഗങ്ങളാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നത്. ആ കുടുംബത്തെ ഇത്രയും നേരം ഇരുട്ടിൽ നിർത്തുകയായിരുന്നു. ഷഫീദ്, അതിലിപ്പോൾ ഈ KSEB ജീവനക്കാർ രാജീവിന്റെ വീട്ടിലെത്തി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് മനസ്സിലാക്കും. KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത്. അതായത് അല്പസമയം മുൻപ് ഈ സംഭവം വലിയ തരത്തിൽ വിവാദമാവുകയും വാർത്തയാവുകയും തുടർന്ന് വൈദ്യുതി മന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെടുകയും സ്ഥലം MLA ആയിട്ടുള്ള B. ജോയി ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തതിന് പിന്നാലെ അല്പസമയം മുൻപ് KSEB ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി ഈ വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോൾ KSEB ജീവനക്കാരും ഉദ്യോഗസ്ഥരും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വീട്ടുകാരോട് കാണിച്ച നടപടി, അതല്ലെങ്കിൽ കാണിച്ച ഒരുതരം വെല്ലുവിളി അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രവിത.
വ്യക്തമാണ്. എന്തായാലും തിരുവമ്പാടിയിൽ സമാനമായ ഒരു സംഭവം നടന്ന് ഏതാണ്ട് ആഴ്ചകളാവുന്നതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം വർക്കലയിൽ നടന്നത്. ദൗർഭാഗ്യകരമാണ് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. മറ്റൊരു വിവരത്തിലേക്ക് കൂടി ഇപ്പോൾ പോവുകയാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഒരു ഡെലിവറി ബോയിയെ നായ്ക്കൾ ക്രൂരമായി ആക്രമിച്ച ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഗേറ്റ് തുറന്ന് വീട്ടിനകത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഈ നായ്ക്കൾ ആക്രമിച്ചത്. ഉടമയായ അക്ഷത് റാവുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. देखो उसका पूरा, उसको देखो तो पहले। वही तो बोल रही हूँ, ऐसा क्यों करते हैं? जब खुदते ही नहीं तुम ऐसे खुले में क्यों छोड़ते हो? ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത്. കൂടുതൽ വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അതെ, അച്യുതനിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഡെലിവറി ബോയിയെ നായ്ക്കൾ ക്രൂരമായി ആക്രമിച്ചത്. മറ്റൊരു റിപ്പോർട്ടിൽ കൂടി പോകുന്നു. എറണാകുളം പിറവത്ത് ഫോട്ടോഷൂട്ടിനെത്തിയ ദമ്പതികൾക്ക് മർദ്ദനമേറ്റു എന്നാണ് വാർത്ത. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. പെണ്ണിനെ കൊണ്ടുവന്നിട്ട് എന്റെ ഭാര്യനെ തല്ലി, നീ എന്റെ ഭാര്യനെ തല്ലി, നീ ഭാര്യനെ തല്ലി. ഈ പുറകെ ഇരിക്കണ ഈ സീൻ മാറുക, ഈ സീൻ മാറുക, ഈ സീൻ മാറുക. നീ കണ്ടോ? ഇത് കണ്ടില്ലേ? ഫോട്ടോ ഇടാ, നീ തീർന്നടാ, നീയും തീർന്നു. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. വിഷ്ണു, ഇതെന്താണ് സംഭവം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൽ, ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു ഈ ആക്രമണം നടന്നത്. മുളന്തുരുത്തിക്ക് സമീപമുള്ള ഓലിപ്പുറം എറണാകുളത്ത് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. അങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യഭംഗി ആസ്വദിക്കുന്നതിനും വേണ്ടി എത്തിയതാണ് ഈ അരുൺ വിജയൻ, ഭാര്യ അമ്പിളി എന്നിവർ. ഇതിനിടയിലാണ് പ്രദേശവാസിയായ ഹാസിം ബാബു എന്നൊരാൾ മദ്യപിച്ചെത്തുകയും തുടർന്ന് ഇവരുമായി വാക്കേറ്റലിൽ ഏർപ്പെടുകയും ചെയ്തത്. ഇതിനിടയിൽ ഇയാൾ ഈ അമ്പിളിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ആ ദൃശ്യങ്ങളിൽ തന്നെ അസഭ്യവർഷം നടത്തുന്നത് വ്യക്തമാണ്. പിന്നാലെ അതൊരു ആക്രമണത്തിൽ കലാശിച്ചു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ഹാസിം ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. അയാളെ കൂടി ഉടൻ പിടികൂടുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രജിൽ. യെസ്, എന്തായാലും ദൗർഭാഗ്യകരമാണ്. ഒരുപാട് ഇത്തരം നെഗറ്റീവ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കമൻറ്റ് ബോക്സിലും അത്തരം കമൻറ്റുകൾ വരുന്നുണ്ട്. പ്രേക്ഷകർ പറയുന്നു, എന്താണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത? എല്ലാം ഈ രീതിയിലുള്ള വാർത്തകൾ മാത്രമാണല്ലോ, മരണവും ഒപ്പം നെഗറ്റീവ് എനർജിയുള്ള വാർത്തകളാണ്. പക്ഷേ അത് വാർത്തകളാണ്. അതേ സമയത്ത് ലഭിക്കുന്ന വാർത്തകൾ അപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അത് നമ്മൾ ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി എല്ലാം വരുന്നതും ഈ ടൈപ്പ് ഓഫ് വാർത്തകളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. ബ്രേക്ക്. തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പെടുത്തതിന് പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധക്കാരുമായി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും തഹസിൽദാർ നടത്തിയ ചർച്ച വിജയം. ആവശ്യങ്ങൾ അംഗീകരിച്ചതിനാൽ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതായി നാട്ടുകാർ. മഴുവന്നൂർ, ഓടക്കാലി, പുളിന്താനം പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാൻ പോലീസ്. രാത്രിയോടെ പള്ളികളുടെ ഗേറ്റുകൾ പോലീസ് പൂട്ടി. മഴുവന്നൂർ പള്ളിയിൽ രാത്രി പോലീസ് ക്യാമ്പ് ചെയ്യും. വയനാട് മുത്തങ്ങയിൽ സിമന്റ് ലോറിക്ക് തീപിടിച്ചു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണച്ചു. തിരുവനന്തപുരത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട SHO ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പാളയത്തെ പോലീസ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് SHO ആയിരുന്ന ജയസനൻ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ തീർക്കണമെന്ന് CPIM തിരുത്തൽ രേഖ. വികസന പദ്ധതികൾ മുടങ്ങരുത് എന്നും CPIM. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് 4500-ലധികം വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. 500 നേപ്പാൾ വിദ്യാർത്ഥികളും ഭൂട്ടാനിലെ 338 വിദ്യാർത്ഥികളും മാലദ്വീപിലെ ഒരു വിദ്യാർത്ഥിയും ഇന്ത്യയിലെത്തിയതായും വിദേശകാര്യ മന്ത്രാലയം. യെസ്, ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. നിപ സ്ഥിരീകരിച്ച വാർത്ത ഇന്നലെ നമ്മൾ പറഞ്ഞു. അതിൽ ഒരു കുട്ടി, ആ നിപ ബാധിച്ച കുട്ടി ഗുരുതരമായി തുടരുകയാണെന്നായിരുന്നു ഇന്നലെ നമ്മൾ വന്ന അപ്ഡേറ്റ്. പക്ഷേ ഇന്ന് ആ കുട്ടി മരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. അപ്പോൾ എന്താണ് മലപ്പുറത്തെ നിപ സാഹചര്യം എന്ന് നോക്കാം. ഷഹദ് റഹ്മാൻ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം
കഴിഞ്ഞു. ഇനി സമ്പർക്ക പട്ടികയിൽ ഈ കുട്ടിയുമായി അടുത്ത് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ്. ആർക്കും നിപ്പ പോസിറ്റീവ് അല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷെ എന്നാലും ഈ നിപ്പ ഭീതി അവിടെ ഒഴിയുന്നില്ലല്ലോ. ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്? എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പ്രജിൻ, പ്രവിത, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ഈ വാർത്താ തിരക്കിനിടയിൽ ഒരു ചെറിയ പിഴവ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പ്രേക്ഷകരോട് ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കട്ടെ. ആനക്കയം, പാണ്ടിക്കാട് എന്നീ പറയുന്ന പഞ്ചായത്തുകളിലാണ് ഈ നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് തത്സമയം സംപ്രേഷണം ചെയ്തതിനിടയിൽ ചോക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലപ്പേരാണ് ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകളോട് ക്ഷമ ചോദിക്കുകയാണ്. പ്രവിത പറഞ്ഞ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അല്പസമയം മുൻപ് കേന്ദ്ര സംഘം കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നാളെ ഇവർ മലപ്പുറം ജില്ലയിലേക്ക് വരും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ കേന്ദ്ര സംഘത്തിന്റെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലാബ്, അതായത് മൊബൈൽ ലാബ് നാളെ കോഴിക്കോട് ജില്ലയിലേക്ക് എത്തും. കാരണം കൂടുതൽ പരിശോധനകൾ നടത്താനായിട്ടാണ് ഇത്തരത്തിലൊരു സജ്ജീകരണം കോഴിക്കോട് ജില്ലയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതുപോലെ തന്നെ ഈ നിപ്പ സംശയം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം പല ഘട്ടങ്ങളിലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ഇന്ന് ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച ഘട്ടത്തിൽ ഈ നിപ്പ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം അതിന്റെ തൊട്ടരികിലാണ് എന്നുള്ളതാണ്. കാരണം ഈ കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ സുഹൃത്തുക്കളും അതായത് ഒരു പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം ഈ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിച്ചേരുകയാണ്. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം പറയാം. ഈ കുട്ടിക്ക് എവിടെ നിന്നുമാണ് ഇത്തരത്തിൽ ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം പറയാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഇന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള വ്യക്തതയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തായാലും കേന്ദ്ര സംഘം ഇപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കേന്ദ്ര സംഘം നാളെ മലപ്പുറം ജില്ലയിലേക്കും എത്തും. ശരി, ഷഹദ് റഹ്മാനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മലപ്പുറത്തു നിന്നും നൽകി. നമ്മൾ ഒന്നുകൂടി തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഇവിടെ KSEB ജീവനക്കാർ നടത്തിയ അതിക്രമ വാർത്ത. അതിലിപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. ഷഫീദ് റാവുത്തർ തത്സമയം അവിടെ നിന്നും വിവരങ്ങൾ നൽകുകയും ചെയ്യും. ഷഫീദ്, ആ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്, അത് ദൃശ്യങ്ങൾ കാണാം. വൈദ്യുതി തകരാർ പരിഹരിക്കുകയാണല്ലേ? പ്രചരിതവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. അതായത് ഗ്രഹനാഥനോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ രാജുവേട്ടാ, ഇതിപ്പോ ഇവരെന്താ ഇവര് പറയുന്നത് ഇവരെ പേരൊക്കെ എന്തൊക്കെയാ പറയുന്നത്? കുറച്ച് നേരോടെ ചേട്ടാ ഇരുട്ടില്ല, ഇന്നലെ മുതൽ ഇരുട്ടില്ലല്ലേ? ഇന്നലെ ഇപ്പൊ എന്താ ഇവര് പറയുന്നതാ? ഇപ്പൊ അവരത് കണക്ഷൻ കൊടുത്ത് MLA മന്ത്രിയൊക്കെ ഇപ്പൊ ഈ ചാനൽ വഴി കണ്ട് ഇപ്പൊ അവർ വിളിച്ച് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തപ്പം ഇത് കൊടുക്കുന്നത്. തർക്കം എന്താ അവരുടെ? ഇപ്പൊ ഒരു തർക്കമില്ല, അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് ഇന്നലത്തെ കാര്യത്തെ പറ്റി ഇത്രയും നേരം അവര് ഡിലേ ആക്കിയതിനെ പറ്റിയുള്ള ന്യായീകരണങ്ങൾ പറയണവര്. ഇന്നലെ വന്നു, ഇന്നലെ കണക്ഷൻ തരായിരുന്നു, തന്നില്ല. ഇന്ന് വൈകിട്ട് ഇതുവരെ തന്നിട്ടില്ല. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് അവര് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റെന്നുള്ളതാണ്. ഇല്ലല്ല, നമ്മളെ ഭാഗത്ത് തെറ്റില്ല. നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഈ ഫീസ് മാറ്റി കൊടുക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവരൊക്കെ വയ്യ, അതിന്റെ കണക്ഷൻ കൊടുക്കാൻ വയ്യ. അങ്ങനെയാണ് ഞാൻ പോലീസിൽ ഞാൻ ഇത് പരാതിപ്പെട്ട് പോലീസ് FIR എടുത്തത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഈ ദുരന്തങ്ങൾ മൊത്തം വന്നേക്കുന്നത്. ഇതുവരെയും ഏതായാലും രാജുവേട്ടൻ ഇതുപോലെ പറഞ്ഞനുസരിച്ച് ഇതാണ് ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ മാത്രമാണ് കടക്കുന്നത്. നന്ദകിഷോർ ആ ദൃശ്യങ്ങൾ കാണിക്കും. ഇപ്പോൾ മാത്രമാണ് ഈ KSEB ജീവനക്കാർ ഇവിടേക്ക് എത്തി ഇപ്പോൾ ഈ വൈദ്യുതി ബന്ധം അത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിൽ കടന്നു. അപ്പോഴും നാട്ടുകാരും അതേപോലെ തന്നെ ചില തർക്കങ്ങൾ ഈ പരിസരവാസികളുമായും അതേപോലെ തന്നെ KSEB ഉദ്യോഗസ്ഥരുമായും ചില തർക്കങ്ങൾ ഉയരുകയാണ്. അതിൽ ഈ ഫീസ് കെട്ടുന്നതുമായി ബന്ധപ്പെട്ടത് എന്താണ് ഇതിന്റെ ശരിക്കുള്ള ആക്ച്വൽ കണക്റ്റിംഗ് പ്രശ്നം എന്നുള്ളത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ തന്നെ ഇവിടെ ഉയരുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും വലിയ തരത്തിൽ KSEB ജീവനക്കാരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല ചില തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ആ രീതിയിലോട്ടുള്ള കാര്യങ്ങൾ വർക്കല അയിരൂരിൽ സംഭവിച്ചു. നമ്മൾ മുൻപും പല സ്ഥലങ്ങളിൽ കണ്ടുണ്ട്. KSEB ജീവനക്കാർ ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വേണ്ടി KSEB ജീവനക്കാർ എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ ന്യായീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആ വീട്ടുടമസ്ഥൻ രാജീവ് പറഞ്ഞത്. ഒരു വാർത്ത ഫലം കാണുന്നു എന്നതിൽ നമുക്കും സന്തോഷമുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങൾ ഇടപെടുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നത് എന്നുള്ള കാര്യം ഏറെ ഖേദകരമാണ്. കൃത്യമായി ജോലി ചെയ്യാനാണ് മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി ബില്ലടച്ച് നമ്മൾ എടുക്കുന്ന സേവനം
ഭക്ഷണമാണ്, അല്ലാതെ ഫ്രീ ആയി കിട്ടുന്നതല്ല. എന്നാൽ പോലും ഇത്തരത്തിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. അത് ഈ മഴക്കാലത്തൊക്കെ കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ടുള്ള സമയത്ത് വെള്ളക്കെട്ടുള്ള ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വൈദ്യുതി കണക്ഷൻ ശരിയാക്കുന്ന KSEB ജീവനക്കാരെ കണ്ടതാണ്. ഇപ്പോൾ ഷഫീദ് തുടരുന്നു. ഷഫീദ്, ഇപ്പോഴും ആ തർക്കം അവിടെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ അയൽക്കാരുണ്ട്, രാജീവ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ അയൽക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഉദ്യോഗസ്ഥരുമായ ഒരു വാക്കേറ്റം അവിടെ നടക്കാൻ കാരണം? തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫീസ്, അതായത് ഈ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. അതിനുശേഷമാണ് ഈ തർക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. അതായത് ഈ പരിസരവാസികൾ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചേട്ടാ, നിങ്ങൾ ഈ നാട്ടുകാരല്ലേ, ഇതിപ്പോ ഇന്നലെ തന്നെ ശരിയാക്കാവുന്ന പ്രശ്നമായിരുന്നില്ലേ? ഇതിപ്പോ ഇന്നലെ തന്നെ ശരിയാക്കാവുന്ന പ്രശ്നമായിരുന്നില്ലേ? ഇന്നലെ ചെയ്യാൻ പറ്റുന്ന ഒരു കേസായിരുന്നു. അവരാരും വന്നിട്ടില്ല. ഇന്നിപ്പോ ഇത്രയും വിഷയമായപ്പോഴാണ് ഇപ്പോഴും വന്നത്. ഇന്നലെ രാത്രി ഈ സമയത്തോട്. ശരി, എന്തായാലും അവിടെ നാട്ടുകാർ ഇപ്പോഴും അതിനെക്കുറിച്ച് പരാതി പറയുന്നുണ്ട്. ഇന്നലെ പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു, ഇപ്പോഴാണ് അവർ വരുന്നത്, ഈ വാർത്തയായ ശേഷമാണ് വരുന്നത് എന്ന ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഷഫീദ് റൌത്തറാണ് സംഭവ സ്ഥലത്ത് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മുടെ മുൻപ് നിപ്പ കേസുകളുടെ എണ്ണം അത് കൂടുതൽ പോസിറ്റീവായി നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണെങ്കിലും എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ നിപ്പ ബാധിച്ച 14-കാരൻ മരിച്ചു. എന്തായാലും കൂടുതൽ പേർക്ക് നിപ്പ പിടിപെട്ടിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അതേസമയം നിപ്പ കേസുകൾ ആദ്യമായി അല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും കോവിഡിനേക്കാൾ മാരകമായ രോഗാവസ്ഥയായതുകൊണ്ടാണ് ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതെ, എന്തായാലും ഡോക്ടർ സൗമ്യ സരൻ ഇന്ന് സംസാരിക്കുന്നത് നിപ്പയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ്. കാണാം ഡോക്ടറെ. കേരളത്തിൽ വീണ്ടും നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിപ്പ ബാധിച്ച 14-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട വിവരവും നമ്മൾ അറിഞ്ഞു. നമുക്കിപ്പോൾ നിപ്പ എന്ന് കേൾക്കുമ്പോൾ ചെറുതായൊരു ഭീതിയുണ്ട്. കാരണം 2018 ഉണ്ടായ നിപ്പ കേസുകളും തുടർന്നുണ്ടായ മരണങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. പക്ഷേ 2018 ശേഷവും പലതവണ നിപ്പ കേസുകൾ നമുക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാനും കൂടുതൽ പേരിലേക്ക് പകരാതെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 14-കാരൻ്റെ കേസും ഒരു ഡിലേയും ഇല്ലാതെ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് സാധിച്ചത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നിപ്പ പകരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കോവിഡിനെ പോലെ ഒരാളിൽ നിന്ന് കുറേ ആളുകളിലേക്ക് പകരുന്ന ഒരു ഡിസീസ് അല്ല നിപ്പ. കാരണം ഇതൊരു എയർബോൺ ഡിസീസ് അല്ല. വളരെ ക്ലോസ് കോൺടാക്റ്റുകളിലേക്കാണ് ഇത് പകരുന്നത്. ശരീരസ്രവങ്ങളിലൂടെയാണ് ഒരു രോഗിയിൽ നിന്ന് വേറൊരാളിലേക്ക് ഇത് പകരുന്നത്. അതായത് ഒരു രോഗിയുടെ ഉമിനീര്, ഛർദിൽ, രക്തം, മലം, മൂത്രം എന്നിവയിലൂടെ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. അപ്പോൾ ഒരിക്കലും അത് ആക്ച്വലി ആ രോഗീനെ അടുത്ത് നിൽക്കുന്ന, അതായത് പരിചരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അതുപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന റിലേറ്റീവ്സ്, ഇവരിലൊക്കെയാണ് ഇത് പകരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ ഉറവിടം എന്താണെന്ന് നമുക്കിപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല. പക്ഷേ എങ്കിൽ പോലും ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിലാണ് ഇതിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും കിടക്കുന്ന പഴങ്ങൾ എടുത്ത് കഴിക്കാതിരിക്കുക. കടയിൽ നിന്ന് വാങ്ങിയ പഴങ്ങൾ കഴിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏത് പഴമാണെങ്കിലും കൃത്യമായി വൃത്തിയാക്കിയതിന് ശേഷം, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക. ഇനി നിപ്പയുടെ രോഗലക്ഷണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പനി, അതിൻ്റെ കൂടെ തന്നെയുള്ള തലവേദന, നിർത്താതെയുള്ള ഛർദി, പെരുമാറ്റത്തിലുള്ള മാറ്റം, അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, പെരുമാറുക, അപസ്മാരം വരിക, ഇതൊക്കെയാണ് നിപ്പയുടെ ലക്ഷണങ്ങൾ. സോ ഇപ്പോൾ പലപ്പുറത്താണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേ ജില്ലയിലോ അടുത്തുള്ള ജില്ലകളിലോ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്വയം ചികിത്സിച്ചിരിക്കരുത്. ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടണം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ജാഗ്രത മാത്രം മതി. ഭീതിയുടെ ആവശ്യം ഇപ്പോഴും ഇല്ല. ഇതിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ സാധിക്കും. യെസ്, അപ്പോൾ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എല്ലാം നെഗറ്റീവ് വാർത്തകളാണല്ലോ എന്ന പരിഭവം പ്രേക്ഷകർക്കുണ്ടെന്നറിയാം. അപ്പോൾ ഇന്ന് വന്ന ഒരു നല്ല ദൃശ്യം കാണിച്ച് നമുക്കിന്ന് വിട പറയാം. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. ആദ്യ ദിവസം 10 പള്ളിയോടങ്ങൾക്കായിരുന്നു സദ്യ നടന്നത്. ഒക്ടോബർ 2 വരെയാണ് ഈ വള്ളസദ്യ നടക്കുക. വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയിൽ പള്ളിയോടങ്ങളെ ക്ഷേത്രത്തിലേക്ക് വരവേറ്റു. പിന്നീട് ആനക്കൊട്ടിലിൽ നിലവിളക്ക് കൊളുത്തി ഔദ്യോഗിക ഉദ്ഘാടനം. ശേഷം ഊട്ടുപുരകളിൽ 64 കൂട്ടം വിഭവങ്ങളുമായ വള്ളസദ്യ.
നമ്മൾ ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ദിവസേന ആയിരക്കണക്കിന് ഒക്ടോബർ 2 വരെ ഇത് നീണ്ടു നിൽക്കും. ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഈ സദ്യ കഴിക്കുവാൻ വേണ്ടി എത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട്. ഇതിനകം തന്നെ 400-ലധികം വള്ളസദ്യകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ദിവസം 15 വള്ളസദ്യ വഴിപാട് വരെ നടത്താനുള്ള ക്രമീകരണം ക്ഷേത്രത്തിലുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. അപ്പോൾ ഈ റിപ്പോർട്ടോട് കൂടി ഇന്നത്തെ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കൂടുതൽ ശുഭവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നുള്ള പ്രതീക്ഷയോടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ബൈ.